ദുരന്തങ്ങൾ കേരളത്തെ വിടാതെ പിന്തുടരുകയാണ്. ഇതാ ഈ മഴക്കാലത്തും ആവർത്തനമുണ്ടാകുന്നു. വയനാട് കള്ളാടിയിൽ തുരങ്കപാത പദ്ധതി പ്രദേശത്തിന് സമീപം മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു, ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നു. വയനാട് മേപ്പാടിയിൽ തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 3ആയി. നിരവധി പേർ മണ്ണിടിച്ചിലിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് സംശയം. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിനിടെ മണ്ണിനടിയിൽ നിന്നും കുടുങ്ങിപ്പോയ 6 പേരെ രക്ഷപ്പെടുത്തി ആസ്പത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. തുരങ്കപാതയ്ക്കായി നിർമ്മിച്ച കോൺക്രീറ്റ് ഭിത്തിയും മണ്ണിടിച്ചിലിൽ തകർന്നിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിനിടെ മേപ്പാടി SIക്ക് അടക്കം പരിക്കേറ്റിരിക്കുന്നു. ഇന്നലെ മുതൽ അതിതീവ്രമായ മഴയാണ് വയനാട്ടിൽ. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുന്ന മീനാക്ഷി പാലത്തിന് സമീപമാണ് ഇന്ന് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. മീനാക്ഷി പാലത്തിനടുത്ത് നിന്ന് കുന്ന് വലിയ തോതിൽ ഇടിഞ്ഞ് റോഡിലേക്കും അടുത്തുള്ള പുഴയിലേക്കും പതിക്കുകയായിരുന്നു. തൊഴിലാളികളെ കൊണ്ടുവരുന്നതിനായി എത്തിച്ചിരുന്ന 2 ബസ്സുകളും മണ്ണിനടിയിലുണ്ട് എന്നതാണ് സംശയം. അവിടെയുള്ള പ്രദേശങ്ങളെ മൊത്തം ബന്ധിക്കുന്ന പാലത്തിന് സമീപമാണ് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. പാലം അപകടാവസ്ഥയിലാണ്. പാലത്തിനപ്പുറമുള്ള മേപ്പാടി, വെള്ളാറമല സ്കൂളുകളിലെ കുട്ടികൾ മേപ്പാടി സ്കൂളിലാണ് പഠിക്കുന്നത്. അതിനാൽ തന്നെ 2 സ്ഥലങ്ങളിലേക്കുമുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ കാണാതായവരിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഇൻചാർജ് കൂടിയായ എഞ്ചിനീയർ വിക്രം സിംഗ് റാണ, സൈറ്റ് എഞ്ചിനീയർ രാഹുൽ ശർമ്മ എന്നിവരുണ്ട് എന്ന് സ്ഥിരീകരണമുണ്ട്. ഇവർക്ക് പുറമെ സൂപ്പർവൈസർ രഞ്ജിത്ത്, സെക്യൂരിറ്റി ഗാർഡ് സൂര്യ, എക്സ്കവേറ്റർ ഓപ്പറേറ്റർ വികാസ് കുമാർ, രജനീഷ് എന്നിവരെയും കണ്ടെത്താനായിട്ടില്ല. നിലവിൽ രക്ഷപ്പെടുത്തി ആസ്പത്രിയിൽ എത്തിച്ചിരിക്കുന്ന ഒരാളുടെ നില ഗുരുതരമാണ് എന്നും വിവരമുണ്ട്.